ഇന്ന് നാം മഹാശിവരാത്രി ആചരിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം നാം ശാന്തമായി ചോദിക്കാം. ഇന്ന് നാം ആരെയാണ് ഓർക്കുന്നത്? ഒരു ദൈവമൂർത്തിയെയോ, ഒരു കഥയെയോ, അല്ലെങ്കിൽ ഒരു അനുഭവത്തെയോ? ആത്മീയത ആരംഭിക്കുന്നത് വിശ്വാസത്തിൽ നിന്നല്ല, ചോദ്യങ്ങളിൽ നിന്നാണ്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യം ഞാൻ ആരാണ് എന്നതാണ്. നാം ജനിച്ച ദിവസം മുതൽ നമ്മെ ഒരു പേരിട്ട് കുടുംബത്തിലുള്ള എല്ലാവരും വിളിക്കാൻ തുടങ്ങി. പിന്നീട് കുടുംബം പറഞ്ഞു, ഇത് നിന്റെ ശരീരം. സമൂഹം പറഞ്ഞു, ഇത് നിന്റെ സ്ഥാനം. മനസ്സ് പറഞ്ഞു, ഇത് നിന്റെ സ്വഭാവം. പക്ഷേ ഒരിക്കലെങ്കിലും നാം സ്വയം പരിശോധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം അറിയുന്നവൻ ആരാണ്? ഒരു ചെറിയ നിരീക്ഷണം ചെയ്യാം. നാം കുട്ടിയായിരുന്നപ്പോൾ ഒരു ലോകമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റൊരു ലോകം. അപ്പോൾ ഉണ്ടായിരുന്ന ശരീരം ഇപ്പോഴില്ല. അപ്പോൾ ഉണ്ടായിരുന്ന ചിന്തകൾ ഇപ്പോഴില്ല. അപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴില്ല. പക്ഷെ ഞാൻ എന്ന അനുഭവം തുടരുന്നു. അതിനാൽ ഞാൻ ശരീരമല്ല, ഞാൻ ഓർമ്മകളുടെ കൂട്ടമല്ല, ഞാൻ മനസ്സിൻ്റെ രൂപമല്ല, ഞാൻ മാറാത്ത സാന്നിധ്യം. ഈ മാറാത്ത സാന്നിധ്യത്തെ ആത്മീയ പരമ്പരകൾ ശിവബോധം എന്ന് വിളിച്ചു. അതാണ് ദിവ്യ ആത്മബോധം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒരേ മൂലത്തിൽ നിന്നാണ് ഉയരുന്നത്. തെറ്റായ തിരിച്ചറിവുകൾ. നാം വേഷങ്ങളെ നമ്മൾ തന്നെ എന്ന് കരുതുന്നു. തൊഴിൽ പോയാൽ ഞാൻ നഷ്ടപ്പെട്ടു, ബന്ധം മാറിയാൽ ഞാൻ തകർന്നു, ശരീരം രോഗിയായാൽ ഞാൻ ഭയപ്പെട്ടു. പക്ഷെ ഇവയെല്ലാം എന്നോട് സംഭവിക്കുന്നു, എന്നിൽ സംഭവിക്കുന്നില്ല. ആകാശത്തിലൂടെ മേഘങ്ങൾ കടക്കുന്നു, ആകാശം നനയുന്നില്ല. അതുപോലെ അനുഭവങ്ങൾ മനസ്സിലൂടെ കടക്കുന്നു, ബോധം സ്പർശിക്കപ്പെടുന്നില്ല. ഒരു ആഴത്തിലുള്ള സത്യം മനസ്സിലാക്കണം. മനസ്സ് ഒരു ഉപകരണം മാത്രം. അതൊരു സ്ക്രീൻ പോലെ. ചിത്രം മാറുന്നു, സ്ക്രീൻ മാറുന്നില്ല. ചിന്ത മാറുന്നു, ബോധം മാറുന്നില്ല. പക്ഷേ നാം സ്ക്രീനിനെ മറന്ന് ചിത്രത്തോട് ചേർന്ന് പോകുന്നു. ഇതാണ് ബന്ധനം, അറ്റാച്ച്മെൻറ്റ്. ചിത്രം കാണുമ്പോൾ നാം കരയും, ഭയപ്പെടും, ചിരിക്കും. സ്ക്രീനായി നിൽക്കുമ്പോൾ ശാന്തി, സമാധാനം. നാം ധ്യാനം ചെയ്യുമ്പോൾ സാധാരണ ചോദിക്കുന്നത് എങ്ങനെ ചിന്തകളെ നിർത്താം. പക്ഷേ ചിന്തകൾ നിർത്തുന്നത് ലക്ഷ്യമല്ല, ചിന്തകളെ കാണുകയാണ് ലക്ഷ്യം. അങ്ങനെ ചിന്തകളെ കാണുന്ന ലക്ഷ്യത്തോടു കൂടി നാം ചിന്തകളെ കണ്ടാൽ ആ ചിന്തകളുടെ ശക്തി നഷ്ടപ്പെടും. ഇരുട്ടിനെ പുറത്താക്കാൻ പോരാടേണ്ടതില്ല, ദീപം തെളിയിക്കുക മാത്രം മതി. അതുപോലെ ജാഗ്രത വന്നാൽ മനസ്സിൻ്റെ അസ്ഥിരത സ്വയം ശമിക്കും. നാം ജീവിതം മുഴുവൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, പരിസ്ഥിതിയെ, മറ്റുള്ളവരെ, ഭാവിയെ, മനസ്സിനെ. പക്ഷെ ശ്രദ്ധിക്കുക, നിയന്ത്രിക്കാൻ കഴിയുന്നത് വളരെ കുറച്ച് മാത്രം. എല്ലാം നിയന്ത്രിക്കാൻ കഴിയുകയില്ല. അനുഭവിക്കാൻ കഴിയുന്നതാണ് അധികവും, പലപ്പോഴും എല്ലാം എന്നും പറയാം. ആത്മീയത നിയന്ത്രണമല്ല, സ്വീകരണമാണ്, അക്സെപ്റ്റൻസ് ആണ്. അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ സ്വീകരണം പരാജയമല്ല, അത് യാഥാർത്ഥ്യവുമായിട്ടുള്ള സഖ്യമാണ്. സ്വീകരണം അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് പരാജയമല്ല, അത് യാഥാർത്ഥ്യവുമായുള്ള ഒരു സഖ്യമാണ്. ഒരു വലിയ തെറ്റിദ്ധാരണ ശാന്തി അല്ലെങ്കിൽ സമാധാനം എന്നത് നേടേണ്ട ഒന്നാണ് എന്ന് നാം കരുതുന്നു. സത്യത്തിൽ ശാന്തി അല്ലെങ്കിൽ സമാധാനം എന്നത് നമുക്ക് സ്വാഭാവികമാണ് എന്നതാണ് സത്യം. ശ്രമം ഉള്ളിടത്ത് മനസ്സും, ശ്രമമില്ലാത്തിടത്ത് ബോധവുമാണ്. കടലിൽ തിരമാല ഉയരും,
തിരമാല അടങ്ങും, കടൽ മാറുന്നില്ല. മനസ്സാണ് തിരമാല, ശിവബോധമാണ് കടൽ. നാം ഓരോ ദിവസവും ഉറങ്ങുന്നു. ഉറക്കത്തിൽ പേരില്ല, പ്രശ്നമില്ല, അഹമില്ല. നാം പറയുന്നു നന്നായി ഉറങ്ങി. അതായത് അവിടെ ഒരു ബോധത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പക്ഷേ ആ അനുഭവം ഓർക്കാനാകില്ല. അതുകൊണ്ട് സമാധാനം പുതിയ അനുഭവമല്ല, നമ്മുടെ അടിസ്ഥാന സ്ഥിതിയാണ്. ധ്യാനം ഉറക്കമല്ല, ജാഗ്രതയുള്ള സമാധാനമാണ്. മരണം എന്തുകൊണ്ട് ഭയപ്പെടുത്തുന്നു? നാം സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പക്ഷേ ഓരോ നിമിഷവും പഴയ ചിന്ത മരിക്കുന്നു, പുതിയത് ജനിക്കുന്നു. ഓരോ ശ്വാസവും ചെറുമരണം, ചെറുജന്മം. ഇത് മനസ്സിലാക്കിയാൽ ജീവിതം പിടിച്ചു നിർത്താനുള്ള ഭയം തീരെ കുറയും. അപ്പോൾ ജീവിക്കാൻ ആരംഭിക്കും. ശിവരാത്രി എന്നത് അകത്തെ ശബ്ദം കുറഞ്ഞ് അകത്തെ നിശബ്ദം കേൾക്കുന്ന ഒരു രാത്രിയാണ്. പുറത്ത് ഇരുട്ട്, അകത്ത് വെളിച്ചം. പുറത്ത് ജാഗരണം, അകത്ത് ഉണർവ്. നാം ചെയ്യേണ്ടത് വളരെ ലളിതം. ശ്വാസം വരുന്നത് ശ്രദ്ധിക്കുക, ശ്വാസം പോകുന്നത് ശ്രദ്ധിക്കുക. ഇടയിലെ സമാധാനം സന്തോഷമായി പൂർണ്ണമായി അനുഭവിക്കുക. അവിടെ ശ്രമമില്ല, അവിടെ പ്രാർത്ഥന പോലും ആവശ്യമില്ല. ആത്മീയത ജീവിതത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടലല്ല, ജീവിതത്തെ വ്യക്തമായി കാണലാണ്. സംഭവങ്ങൾ തുടരും, ബന്ധങ്ങൾ തുടരും, പ്രവർത്തനങ്ങൾ തുടരും. പക്ഷേ ഉള്ളിൽ പിടിച്ചുപറ്റൽ, അതായത് അറ്റാച്ച്മെൻറ്റ് കുറയും. കയ്യിൽ മണൽ പിടിച്ചാൽ അത് ഒഴുകിപ്പോകും, തുറന്ന കയ്യിൽ അത് നിലനിൽക്കും. അത് കയ്യിൽ നിന്ന് വിടുന്നത് നഷ്ടമല്ല, വാസ്തവത്തിൽ സ്വാതന്ത്ര്യമാണ്. ചില സ്മരണവാക്യങ്ങൾ നാം മനസ്സിൽ നിശബ്ദമായി സൂക്ഷിക്കാം. ഞാൻ ശരീരം അനുഭവിക്കുന്നു, ഞാൻ ശരീരമല്ല. ഞാൻ ചിന്തകളെ കാണുന്നു, പക്ഷേ ഞാൻ ചിന്തകളല്ല. ഞാൻ വികാരം അറിയുന്നു, പക്ഷേ ഞാൻ വികാരമല്ല. ഞാൻ വെറും സാക്ഷി സാന്നിധ്യം. അതെ, സാക്ഷി സാന്നിധ്യം. ആത്മീയത ഭാവിയിൽ നേടുന്നതല്ല, ഇപ്പോൾ ഈ ക്ഷണം തിരിച്ചറിയുന്നതാണ്. ശിവബോധം ദൂരെയല്ല, ശ്രദ്ധയുടെ ആഴത്തിൽ തന്നെ ഉള്ളതാണ്. ഇന്നൊരു ആചാരം മാത്രം ചെയ്യാതെ ഒരു തിരിച്ചറിവ് നേടുക. ശിവത്തെ അന്വേഷിക്കരുത്, ശിവബോധത്തിൽ വിശ്രമിക്കുക. അപ്പോൾ നാം കണ്ടെത്തും, നാം അന്വേഷിച്ചിരുന്നത് ഒരിക്കലും നഷ്ടമായിരുന്നില്ല എന്ന്. എല്ലാവർക്കും അന്തർശാന്തി ലഭിക്കട്ടെ, ബോധം തെളിയട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി.